സമയം പോകുന്നു. താങ്കൾ കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചു താങ്കൾ ആവർത്തിക്കുന്നു. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ന്യായം പറയുന്നത്? അത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി തെറ്റ് കണ്ടാൽ തന്നെ കർശന നടപടിയെടുക്കുന്ന മാതൃകാ രാഷ്ട്രീയം കാട്ടി. പക്ഷേ അതേസമയം സ്വന്തം അധാർമികതകൾ മലമുകളിൽ മറച്ചുവെച്ച് കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ ഓടിയെത്തുകയാണ് CPM. ഞങ്ങൾക്ക് പാർട്ടി കോടതിയുണ്ട്, പാർട്ടി പോലീസുണ്ട്, പാർട്ടി നടപടിയെടുക്കും. പക്ഷേ ചോദ്യം ഇതാണ്, CPMൽ ഒരാളുടെ പേരിൽ എന്ത് കുറ്റം വന്നാലും കോടതി പോലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലും പാർട്ടി നടപടിയെടുക്കാറുണ്ടോ? കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പോലും അവരെ സംരക്ഷിക്കുന്ന സമീപനമല്ലേ CPM സ്വീകരിച്ചിരുന്നത്? കുറ്റങ്ങളുടെ പേരിൽ CPM നടപടിയെടുക്കുമെങ്കിൽ ഇപ്പോഴത്തെ CPMലെ പകുതി നേതാക്കളും പാർട്ടിയിൽ അവശേഷിക്കുമോ? ഇതാണ് CPMന്റെ ഇരട്ടത്താപ്പ്. ഒരു പാർട്ടി അധാർമികത മറക്കാൻ ക്ലാസ് എടുക്കുന്ന പാർട്ടിയായി മാറി. നാളെ മുതൽ ഈ വിഷയം ചർച്ചയ്ക്കില്ല കേരളത്തില്. നാളെ മുതൽ ചർച്ച ചെയ്യുന്ന വിഷയം CPMന്റെ ഗതികേടാണ്. നിതിൻ ഗഡ്കരി ഇത് കേൾക്കൂ. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതി, അതിന്മേൽ സ്വീകരിച്ച 2 നടപടികൾ, അത് കോൺഗ്രസും ജനങ്ങളുമായിട്ടുള്ള ഏർപ്പാടാണ്. അതിനിടയ്ക്ക് വർത്തമാനം പറയാൻ CPMന് എന്ത് ധാർമ്മികത? വാലിഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾക്ക് തോന്നുന്ന ആളുകളെ എല്ലാം നിങ്ങൾ സംരക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞനന്തൻ ഈ ചന്ദ്രശേഖരനെ വെട്ടി കൊന്ന കേസിലെ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയതാണ് വിചാരണയ്ക്കൊടുവിൽ. നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുവരുന്നു അവസാനം വരെ. ഷാഫി മുഖത്ത് വെട്ടിക്കൊല്ലാനുള്ള സംഘത്തിൽ പങ്കെടുത്ത ആളാണ്. ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത ആരായിരുന്നു മുഖ്യ കർമ്മി? അവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും സംരക്ഷിക്കും, ആർക്കു വേണ്ടിയും ന്യായവാദങ്ങൾ എഴുതും. നിങ്ങൾ കോൺഗ്രസിന് നേരത്തെ പുറത്താക്കാമായിരുന്നൊക്കെ പറയാൻ വല്ല അർഹതയുള്ളവരാണോ? നിഷാദ്, താങ്കളുടെ ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് വസന്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി രാഹുലിന്, എനിക്ക് ശ്രീകുമാർ സാറിനോട്, ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്, ഒരു മുതിർന്ന ആൾ, പ്രായം കൊണ്ടുമൊക്കെയുള്ള ബഹുമാനമുണ്ട്. പക്ഷേ കഷ്ടം തോന്നുന്നു, ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു പെണ്ണുപിടിയനെ ന്യായീകരിക്കേണ്ടി വരുന്നതില്ല. അദ്ദേഹത്തോട് എന്താണ് ഇപ്പോൾ അദ്ദേഹത്തോട് പറയുക? കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. ശ്രീകുമാർ തെറ്റായ കാര്യം പറഞ്ഞു പോകല്ലേ. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചില്ല, ആ പ്രശ്നത്തെ എടുത്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിച്ചു, രാഹുലിനെ അല്ല. അതെ, രാഹുൽ എന്ന് പറയുന്ന കോൺഗ്രസിലേക്ക് വന്ന വഴി താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ചർച്ചയിലൂടെ. എങ്ങനെയാണ് വന്നത്? രാഹുൽ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വന്നത്, എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതാവായത്, MLA ആയത് എന്നെല്ലാം പറഞ്ഞല്ലോ. പിന്നെ ശ്രീകുമാർ സാറിന് മറ്റത് പറയാം. മാത്രമല്ല, താങ്കൾ കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ന്യായം പറയുന്നത്? അത് വിശദീകരിച്ചിട്ടില്ലേ ബാക്കി പറയാൻ പറ്റൂ. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുന്ന എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, ആളെ മുഖത്ത് വെട്ടിക്കൊല്ലുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ വീട്ടിലെ പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ, അതിൻ്റെ മുഖ്യ സൂത്രധാരനെ ഒരു കോടതി ശിക്ഷിച്ചാലും അംഗീകരിക്കാത്ത നിങ്ങൾ, വേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാത്ത നിങ്ങൾ, അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ ആസൂത്രകനെന്ന് കണ്ടെത്തിയ ആൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാത്ത നിങ്ങൾ, ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രിയിൽ കോൺഗ്രസിനോട് വർത്തമാനം പറയുന്നത് എന്ന മൗലിക ചോദ്യം അവിടെ ഉണ്ട് നിതിൻ. അത് സ്കിപ്പ് ചെയ്താൽ ഞാൻ വീണ്ടും ചോദിക്കും. ഇല്ല, ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധാർമ്മികത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ശരി എന്ന് തോന്നുന്നതും ജനങ്ങൾക്ക് ശരി എന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരാളും മുന്നണിയിൽ നേതാവായി എന്ന് ഞങ്ങൾ വീണ്ടും നിഷാദ്, അതെ അല്ല നിഷാദ് ആവർത്തിക്കണ്ട. നിഷാദ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ ആവർത്തിക്കണ്ട. നിങ്ങളിനി ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഹലോ,
Hola, Cano. Aló.